ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട 5 മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പോൾ 5 മസ്റ്റ് ഹാവ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ 5 ഐറ്റംസ് കൂടാതെ നമ്മുടെ സ്കിൻ കെയറിൽ പെടുന്ന മസ്റ്റായിട്ടുള്ള 2 സാധനങ്ങളാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. അപ്പോൾ അത് ഞാനിതിൽ പറയുന്നില്ല, കാരണം അത് തന്നെ നമ്മൾ മേക്കപ്പ് ആയിട്ടല്ല, ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് കൂടുന്ന സാധനമാണ്. അപ്പോൾ അതെന്തായാലും നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് ഉപയോഗിച്ചേ പറ്റും, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. അപ്പോൾ അത് കൂടാതെ നമ്മുടെ കയ്യിൽ വേണ്ടുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് 5 എണ്ണമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൺസീലറാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് കൺസീലർ. അപ്പോൾ ഈ കൺസീലർ എന്ന് പറയുന്നത് മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ ഇപ്പോൾ എന്താ പറയുക, ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ഡിസ്കളറേഷനോ കറുത്ത പാടുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത് നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡാർക്ക് സർക്കിൾസ്, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, ഫേസിൽ ചെറിയ കറുത്ത പാടുകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കൺസീലർ ഉണ്ടായിരിക്കണം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കതൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കുറച്ച് നല്ല നീറ്റാക്കി വെക്കാൻ പറ്റും. നല്ലൊരു ഈവൻ ടോൺ ആയിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കൺസീലർ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന കൺസീലർ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ സ്കിന്നോട് മാച്ച് അല്ലാത്ത കൺസീലർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും വർക്കാവത്തില്ല. നമുക്കുള്ള ആ ഒരു ഇത് മേക്കപ്പ് കൊണ്ട് അത് നശിക്കത്തേ ഉള്ളൂ. ഉള്ള ഭംഗി മേക്കപ്പ് ഇട്ട് നശിപ്പിക്കും. അപ്പോൾ അത് കാരണം നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന കറക്റ്റ് ഷെയ്ഡിലുള്ള കൺസീലർ മേടിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് LA ഗേളിൻ്റെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഫോണാണ്. ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു കൺസീലർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എൻ്റെ ഷെയ്ഡുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് സംഭവം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 3ാമത്തെ ഒരു പാക്കേജാണിത്. ഞാൻ കുറച്ചൊക്കെ വേറെ കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൺസീലറാണ്. ഞാൻ പിന്നെ ഇത് മാറ്റിയിട്ടില്ല, കാരണം എൻ്റെ സ്കിന്ന് അത്രയും മാച്ച് ആയിട്ടുള്ളൊരു സാധനം കിട്ടി പിന്നെ മാറ്റേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ അത്രയും മാച്ച് ആയിട്ടുള്ള വേറെ ഒരു സംഭവം കിട്ടുവാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇതാണ് എനിക്ക് ഏറ്റവും എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺസീലർ എന്ന് പറയുന്നത് ഇതാണ് LA ഗേളിൻ്റെ ഒരു കൺസീലർ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ഡാർക്ക് സർക്കിൾസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം കൂടെ വേണം, ഓറഞ്ച് കറക്റ്റർ. ഓക്കെ, അപ്പോൾ ഇതും ഒരു മസ്റ്റ് ഹാവ് ആണ്. കാരണം നമ്മളിപ്പോൾ ഇപ്പം നല്ല ഡീപ്പായിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഇപ്പം നല്ല ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കൺസീലർ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്രേ പോലെ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഓറഞ്ച് കറക്റ്റർ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ടത് ഈ പ്രശ്നങ്ങളുള്ളവരാണ്, അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ ഇത് ഓറഞ്ച് കറക്റ്റർ, ഇതും സെയിം LA ഗേളിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓരോരുത്തരുടെയും സ്കിൻ ടോൺ അനുസരിച്ച് മാറ്റം വരാം. ഇതിപ്പോൾ ഒരു ഡസ്കി സ്കിൻ ടോണൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുക, അതിനുശേഷം കൺസീലർ ഉപയോഗിക്കുക. അന്നേരം നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു എന്താ പറയുക, ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ, അതുപോലെ തന്നെ മൗത്തിന് ചുറ്റും ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് രണ്ടും മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ ഒറ്റ ഇതിൽ പെടുത്തുകയാണ്. രണ്ടും ഓരോ 1, 2 എന്ന് പറയുന്നില്ല. ഇത് രണ്ടും ഒറ്റ ഇതിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് കാജൽ. നമ്മളെല്ലാവരും എല്ലാവരും കണ്ണെഴുതാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. അത് ചിലർ കണ്ണിൻ്റെ താഴെ എഴുതാറുണ്ട്, ചിലർ മുകളിൽ മാത്രമായിട്ട് എഴുതാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ഈ ഒരു കാജലാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാജലാട്ടോ. ഇത് നല്ലൊരു ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ്. ഞാൻ
ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഉള്ളതിൽ ഏറ്റവും നല്ലതെന്നല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാജൽ ഷുഗറിൻ്റെ ഈ ഒരു കാജലാണ്. പിന്നെ ലാക്മേയുടെ കാജൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ അത്രയും ഡീപ്പ് ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കുറച്ചുകൂടെ നല്ല ഡീപ്പ് ബ്ലാക്കാണ്. ഇപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഷുഗറിൻ്റെ കാജലാണ്. ഇതൊട്ടും തന്നെ സ്മജ്ജൊന്നും ആകത്തില്ല, നല്ല കാജലാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ണിൻ്റെ അകത്ത് എഴുതാം, അതുപോലെ തന്നെ പുറത്ത് എഴുതാം, രണ്ടും ഒരുമിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ കണ്ണുകൾക്ക് ഭംഗി കൂട്ടാൻ എപ്പോഴും കാജൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് കാജൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടെ കാണിച്ചോട്ടെ. ഇത് മസ്റ്റ് ഹാവ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഐലൈനർ. ഇപ്പോൾ കാജലുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ അകത്തും അതുപോലെ തന്നെ പുറത്തും എഴുതാം. അപ്പോൾ രണ്ടിനും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിച്ചത്. ഇനി ഐലൈനർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഐലൈനറും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒറ്റ ഇതിൽ പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ട്, വളരെ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, സാധനമാണ് മെയിനായിട്ട് നമ്മുടെ കാജൽ. ഇനി നമുക്ക് അടുത്ത ഐറ്റം ഏതാ നോക്കാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു മസ്കാരയാണ്. ഇത് മേബിലിൻ്റെ കൊലോസൽ മസ്കാര. ഇത് എപ്പോഴും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഒക്കേഷൻ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മസ്കാര ഇടാം. നമുക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ മസ്കാര ഇടാം. ഡെയിലി മസ്കാര ഇടുന്നത് നല്ലതെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു സാധനമാണ് മസ്കാര. ഇനി ചിലർ മസ്കാര മാത്രം ഇടാറുണ്ട്. ഇപ്പം മസ്കാര മാത്രം ഇട്ടാലും നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ്. ഇപ്പം കാജലും ഐലൈനറും ഒന്നും ഇടാതെ ജസ്റ്റ് മസ്കാര മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും കണ്ണുകൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് മസ്കാര. അപ്പോൾ ഈ ഒരു മസ്കാര ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മസ്കാര. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിലാണ്, അല്ലാതെ എല്ലാത്തിലും നല്ലതെന്നല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മസ്കാരയാണ്. വീണ്ടും വീണ്ടും വാങ്ങിച്ചിട്ടുള്ളൊരു മസ്കാര ഇതാണ്. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അത് മാറ്റിയിട്ട് വേറെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും, തീർന്നാലും ഇത് തന്നെ മേടിച്ച് യൂസ് ചെയ്യും. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇത് ഭയങ്കര നല്ലതാണ്. നമുക്ക് നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ല വോളിമൈസിങ് ആയിട്ട് ഇരിക്കാനും, നല്ല കണ്ണ് കുറച്ചുകൂടി ഇങ്ങനെ വലിപ്പത്തിലിരിക്കാനും, എന്താ പറയുക, ഒക്കെ ഭയങ്കര നമ്മുടെ കണ്ണുകൾ കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മസ്കാര. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനമാണ് ലിപ്സ്റ്റിക്. ഇതിപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്ക് എടുത്തതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നമുക്ക് മേടിക്കാം. അപ്പം ഈ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. ഇത് മെയ്ബിലിൻ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 230 ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിടെ ലിപ്സ്റ്റിക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്കൊന്നും ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഈ നാട്ടിൻപുറത്തൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോവുകയാണ്, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നാട്ടിൻപുറത്താണേ, നമ്മളങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഇടുന്നതൊന്നും അധികം ആരെയും കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ അപ്പോൾ ആരും ഇടാത്തപ്പോൾ എനിക്കിടാൻ ഒരു ചമ്മലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നാട്ടിൻ പുറത്തുള്ളവരായാലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ നമ്മൾ വേറെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ലിപ്സ്റ്റിക്ക് മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരുടെയും മസ്റ്റ് ഹാവ് ആയിരിക്കും ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ കളക്ഷൻസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡസ്കി സ്കിൻ ടോണ് ചേരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേരുന്നത് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം ലിപ്സ്റ്റിക്ക്. കുറച്ചൊരു 3-4 ലിപ്സ്റ്റിക് ഷെയ്ഡുകളൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. ഒരു ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡ്, കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്, നമുക്കിപ്പോൾ
ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ കോളേജിലും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ അധികം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊന്നും ചിലപ്പോൾ അധികം ഇടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. അധികം എടുത്തറിയാത്ത അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഷെയ്ഡുകളൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് കൊണ്ട് നമുക്ക് വേറെയും കുറച്ചുകൂടെ ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ബ്ലഷോ അല്ലെങ്കിൽ ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ഒരു സെറ്റിംഗ് പൗഡർ. സെറ്റിംഗ് പൗഡറോ ലൂസ് പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ ഏതായാലും മതി കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന എന്താണോ അതിപ്പോൾ നമുക്കിപ്പോൾ ചിലർക്ക് ഓയിലി സ്കിന്നായിരിക്കാം, ചിലർക്ക് ഡ്രൈ സ്കിന്നായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ടൈപ്പ് എന്താണെന്നനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിക്കുക. അപ്പോൾ ഇത് സെറ്റിംഗ് പൗഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ വേറെ ടിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ടാൽക്കം പൗഡർ പോലെ തന്നെ നമുക്ക് ഇട്ട മേക്കപ്പിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിങ്ങനെ ഓയിലി ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെറ്റിംഗ് പൗഡർ. ഇത് ഷുഗറിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ സെറ്റിംഗ് പൗഡർ, ഷുഗറിൻ്റെ സെറ്റിംഗ് പൗഡർ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ബ്രഷ് എടുത്തിട്ട് ഒന്ന് തൊട്ടിട്ട് ഒന്ന് ഫേസിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ അധികം വിയർക്കത്തൊന്നുമില്ല. കുറേ നേരം തന്നെ നമ്മൾ ഇട്ട മേക്കപ്പ് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സെറ്റിംഗ് പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിൻറ്റായിട്ടുള്ള ലൂസ് പൗഡർ മേടിക്കാൻ കിട്ടും. ഇത് മെയ്ബിലിൻ്റെയാണ്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്, എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 30 മീഡിയം ഡീപ്പാണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡുള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇത് നല്ലൊരു ലൂസ് പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം എടുത്തിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവറായി കിട്ടും. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മേബിലിൻ്റെ ഈ ഒരു ലൂസ് പൗഡർ. ഇനി അതുമല്ല, അതും ഇപ്പോൾ ടിൻറ്റഡായിട്ടുള്ളതും വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേക്കപ്പിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷുഗറിൻ്റെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കുക. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നല്ല. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒറ്റ എണ്ണത്തിൽ പെടുത്തുകയാണ് കേട്ടോ. ഞാൻ ഇത് രണ്ടും മാറിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ രണ്ടും ഒരുമിച്ചായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒറ്റ ഇതിൽ പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന 2 സാധനങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ച ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന മേക്കപ്പ് പ്രോഡക്ട്സ്. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ലാസ്റ്റ് പറയുവാണ്. നമ്മളിട്ട മേക്കപ്പ് നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് റിമൂവ് ചെയ്യാൻ മറക്കരുത്. അതിൽ കാജലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കൺസീലർ ഇട്ടാലും മസ്കാര ഇട്ടാലും ലിപ്സ്റ്റിക് ഇട്ടാലും എന്നിട്ടാലും നമ്മളത് നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിലും മസ്റ്റായിട്ടും ഒരു മേക്കപ്പ് റിമൂവർ ഉണ്ടായിരിക്കണം. അപ്പോൾ മേക്കപ്പ് റിമൂവർ എന്ന് പറയുമ്പം ഇപ്പോഴത്തെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ അത്യാവശ്യം വാട്ടർ പ്രൂഫാണ്. അങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞു പോകത്തില്ല. നമ്മളിപ്പോൾ മേക്കപ്പ് റിമൂവർ ഇട്ടാലും അതിപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും കാജലൊക്കെ ആണെങ്കിലും പെട്ടെന്നൊന്നും പോകത്തില്ല. അപ്പം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഓയിൽസാണ്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ബേബി ഓയിലാണ്. ഈ ബേബി ഓയിലാണ് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഒരു ബേബി ഓയിൽ. അപ്പോൾ ഇതെടുത്തിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ വാഷ് ചെയ്യാറാണ്. അപ്പോൾ ആദ്യം ഓയിൽ ഉപയോഗിച്ചിട്ട് ഈ മേക്കപ്പ് ഫുള്ള് ഇങ്ങനെ എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മേക്കപ്പ് എല്ലാം ഇങ്ങോട്ട് ഇളകും. ഇനിയിപ്പോൾ എത്ര വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞാലും ഓയിൽ യൂസ് ചെയ്താൽ അത് ഇളകി വരും. മസ്കാര ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും എല്ലാം. അതിനുശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് അത് വൈപ്പ് ചെയ്തെടുക്കുക. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള പാഡ്സ് മേടിക്കാൻ കിട്ടും. ഇതുപയോഗിച്ചിട്ട് അത് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഇങ്ങനെ ഫേസ് നല്ല ക്ലീൻ ആക്കുക. മേക്കപ്പ് ഫുൾ റിമൂവ് ചെയ്യുക. എന്നിട്ട് മാത്രമേ കിടന്നുറങ്ങാവൂ. ഇല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് കേടുവരുത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.